ചില ക്രിസ്ത്യാനി പറഞ്ഞവരെ ഇന്നത്തെ സുവിശേഷത്തിലെ ഈശോ നമ്മളോട് പറയുകയാണ്, നിങ്ങൾ ആണയിടുകയേ അരുത് എന്ന് പറയുകയാണ്. ഈശോ വ്യക്തമായിട്ട് ഏറ്റവും ഒടുവിലായിട്ട് ഈശോ പറയുകയാണ്, നിങ്ങളുടെ വാക്ക് അതേ എന്നുള്ളത് അതേ എന്നും അല്ല എന്നുള്ളത് അല്ല എന്നും ആയിരിക്കട്ടെ എന്ന് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ വാക്കുകളിൽ ഒരു കൃത്യത വേണം, ഒരു ക്ലാരിറ്റി വേണം എന്ന് പറയുകയാണ്. അല്ലെ, നമ്മുടെ വാക്കുകളിൽ ഒരിക്കലും ഇന്നോണ അല്ലെങ്കിൽ വ്യാജം എന്നീ കാര്യങ്ങൾ കടന്നു വരരുത് എന്ന് ഈശോ ആഗ്രഹിക്കുന്നു. ഇത് തന്നെ പൗലോസ്ലീഹ നമ്മളോട് പറയുന്നുണ്ട്. പൗലോസ്ലീഹ പറയുകയാണ്, എല്ലാ മനുഷ്യരും വ്യാജം പറയുന്നവരായാലും ദൈവം സത്യവാനാണെന്ന് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ ദൈവത്തിന് നുണ പറയുന്ന ഒരു ശീലമില്ല. ദൈവത്തിന്റെ വാക്കുകൾക്ക് പക്ക ക്ലാരിറ്റി ഉണ്ട്. സുവിശേഷത്തിലെ ഈശോ നമ്മളോട് പറയുകയാണ്, നിങ്ങളുടെ വാക്കുകൾ ദൈവത്തിന്റെ വാക്കുകൾ പോലെ ആകട്ടെ എന്ന് പറയുകയാണ്. അതേ എന്ന് പറയുമ്പോൾ അത് അതേ എന്നായിരിക്കട്ടെ, അല്ല എന്ന് പറയുമ്പോൾ അല്ല എന്നായിരിക്കട്ടെ. നമ്മുടെ വാക്കുകൾക്ക് ഉറപ്പില്ലാതെ വരുമ്പോഴാണ് നമ്മൾ പലപ്പോഴും ആണയിടാറുണ്ട്. അത് ഒരു ഉറപ്പ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഒരു വിശ്വാസം വരുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണ രീതിയിൽ ആണയിടാറുള്ളത്. അതുകൊണ്ട് തന്നെ ഈശോ പറയുകയാണ്, നിങ്ങൾ ഒരിക്കലും ആണയിടരുത് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വാക്കുകൾക്ക് എപ്പോഴും നല്ല ബലം വേണം, നല്ല ക്ലാരിറ്റി വേണം എന്ന് പറയുകയാണ്. ഇന്നത്തെ ലേഖനഭാഗത്തിലും പൗലോസ്ലീഹ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വചനഭാഗങ്ങൾ വായിച്ചു കഴിയുമ്പോൾ നമുക്കും ഒരു തീരുമാനം എടുക്കാം. നമ്മുടെ വാക്കുകളെ ഇവിടെ കൃത്യതയോടെ ഉപയോഗിക്കാനായിട്ട് ഈശോ വചനത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ പറയുന്ന ഓരോ വ്യർത്ഥ വാക്കിനും വിധി ദിവസത്തിൽ നിങ്ങൾ കണക്ക് കൊടുക്കേണ്ടി വരുന്നൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ സംസാരം ഇതിനുവേണ്ടി ശ്രദ്ധിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അതിന് ഈ നോമ്പുകാലത്തില് നമുക്കൊരു പ്രതിജ്ഞ എടുക്കാം. അതായത് എൻ്റെ സംസാരത്തിലൂടെ പാപം ചെയ്യുകയില്ല എന്നൊരു പ്രതിജ്ഞ എടുത്ത് മുന്നേറാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട്